ഇതിലേക്ക് വരാം. ഒന്ന് ശബരിമലയിലേക്ക് പോവുകയാണ്. അവിടെ ദ്വാരപാലക ശില്പങ്ങളിൽ പുനഃസ്ഥാപിക്കാനായി ചെന്നൈയിൽ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയ ശില്പപാളികൾ, സ്വർണ്ണപ്പാളികൾ അവിടേക്ക് ഇപ്പോൾ കൊണ്ടുവരികയാണ്. അവിടെ അതിന് ചുമതലപ്പെട്ടവർ ദ്വാരപാലക ശില്പങ്ങളുടെ അളവും മറ്റു കാര്യങ്ങളുമൊക്കെ പരിശോധിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് പൂർത്തിയായതിന് പിന്നാലെ തന്നെ അവർ സ്വർണ്ണപ്പാളികൾ ദ്വാരപാലക ശില്പങ്ങളിൽ പുനഃസ്ഥാപിക്കും. ഏറെ വിവാദങ്ങൾക്കും കോളിളക്കങ്ങൾക്കും ഇടയാക്കിയതാണ് സ്വർണ്ണപ്പാളികൾ. ചെന്നൈയിൽ നിന്നിപ്പോൾ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയ ശേഷമാണ് അത് സന്നിധാനത്ത് എത്തിച്ചത്. അവിടെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അത് അധികം വൈകാതെ തന്നെ ഇപ്പോൾ അവിടെ സന്നിധാനത്തേക്ക് ദ്വാരപാലക ശില്പങ്ങളിലേക്ക് പുനഃസ്ഥാപിക്കും. അതിനായുള്ള നടപടിക്രമങ്ങളാണ് അവിടെ നടന്നു വരുന്നത്. അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ, ചുമതലപ്പെട്ടവർ അതിൻ്റെ അളവും മറ്റു കാര്യങ്ങളുമൊക്കെ പരിശോധിക്കുന്നത് നമുക്ക് കാണാം. അല്പസമയം മുൻപാണ് തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നത്. അവിടെയുള്ള പ്രധാന പൂജകൾക്കൊക്കെ ഒടുവിലാണ് ഇപ്പോൾ സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിക്കുന്നതിലേക്ക് അവിടെ കടന്നിട്ടുള്ളത്. ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയ ശേഷമാണ് സ്വർണ്ണപ്പാളികൾ വീണ്ടും സന്നിധാനത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഈ സ്വർണ്ണപ്പാളയിൽ നിന്നും അതുപോലെ തന്നെ കട്ടിളപ്പാളയിൽ നിന്നും സ്വർണം കവർന്നതിൽ അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതി കസ്റ്റഡിയിലടക്കം വിടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവനന്തപുരത്തെ ഇഞ്ചക്കലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു വരികയും ചെയ്യുകയാണ്. ഈ സ്വർണം മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് നിർണായക മൊഴികൾ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വിവരം. ഉദ്യോഗസ്ഥർക്ക് ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടായിരുന്നു. ഈ സ്വർണം മോഷ്ടിക്കുന്നത് സംബന്ധിച്ച് അവർ ഒത്താശ ചെയ്ത് നൽകിയെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിട്ടുള്ളത്. ഇനി ആരൊക്കെയാണ് ഇതിൽ വരയിൽ കുടുങ്ങാൻ പോകുന്നത് എന്നതുകൂടി നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. എന്തായാലും ആ വിവാദങ്ങൾക്കൊക്കെ ഇടയിലാണ് ഇപ്പോൾ സ്വർണ്ണപ്പാളികൾ, ഈ വിവാദങ്ങൾക്ക് കാരണമായ അല്ലെങ്കിൽ വിവാദങ്ങളിലേക്ക് നയിച്ച ആ സ്വർണ്ണപ്പാളികൾ വീണ്ടും ദ്വാരപാലക ശില്പങ്ങളിലേക്ക് പുനഃസ്ഥാപിക്കുന്നത്. പാളികൾ, സ്വർണ്ണപ്പാളികൾ മിനുക്കുപണി പൂർത്തിയാക്കിയ ശേഷം അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയ സ്വർണ്ണപ്പാളികൾ ഇതാ ദ്വാരപാലക ശില്പങ്ങളിലേക്ക് പുനഃസ്ഥാപിക്കുകയാണ്. ദ്വാരപാലക ശില്പങ്ങളിലെ പീഠത്തിലേക്കാണ് ഇപ്പോൾ സ്വർണ്ണപ്പാളികൾ വീണ്ടും പുനഃസ്ഥാപിക്കുന്നത്. കൃത്യമായി അളവെടുത്ത് അതിനനുസരിച്ച് മോൾഡ് ചെയ്ത പാളികളാണ് ഇപ്പോൾ അതിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. ശ്രീകോവിലിന്റെ ഇരുവശങ്ങളിലുമായി 2 ദ്വാരപാലക ശില്പങ്ങളാണുള്ളത്. 2 ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളായിരുന്നു കൃത്യമായ രേഖകളോ അല്ലെങ്കിൽ അറിവോ ഇല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നിന്ന് അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയത്. അതാണ് പിന്നീട് കോടതി ഇടപെടലിലേക്കും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിലേക്കടക്കം വഴിവെക്കുകയുണ്ടായത്. ഇപ്പോൾ ചെന്നൈയിൽ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയ സ്വർണ്ണപ്പാളികൾ ഇതാ ദ്വാരപാലക ശില്പങ്ങളിൽ പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. സന്നിധാനത്ത് ശരണം വിളികൾ മുഴങ്ങിക്കേൾക്കുന്നതും നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു അറ്റകുറ്റപ്പണിക്ക് ശേഷം സന്നിധാനത്തെത്തിച്ച സ്വർണ്ണപ്പാളികൾ. ഇപ്പോൾ ഇരുവശങ്ങളിലുമായുള്ള ദ്വാരപാലക ശില്പങ്ങളിലേക്ക് സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്.
നന്ദുഷ കൂടുതൽ വിവരങ്ങൾ നൽകും. നന്ദുഷ, ഇപ്പോൾ സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഏറെ വിവാദങ്ങൾക്കിടയാക്കിയ സ്വർണ്ണപ്പാളികളാണത്. അവിടെ നിന്ന് കൊണ്ടുപോയതിലടക്കം അത് പിന്നീട് അതിൽ അറ്റകുറ്റപ്പണി നടത്തിയതിലടക്കം വലിയ ക്രമക്കേട് നടന്നു എന്ന കണ്ടെത്തൽ വന്നിരിക്കുകയാണ്. അതിനുശേഷമാണ് ഇപ്പോൾ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയ സ്വർണ്ണപ്പാളികൾ വീണ്ടും പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ?